Audio Jungle. Audio Jungle. അക്കൗണ്ടിങ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മനസ്സിലാവാത്ത പദങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഉദാഹരണത്തിന് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ട്രയൽ ബാലൻസ്, ക്രെഡിറ്റ്, ഡെബിറ്റ്, അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ എത്ര ചെറിയ ഒരു ബിസിനസ് ആണെങ്കിൽ പോലും അതിൽ നമ്മുടെ കണക്കുകൾ വരവ് ചെലവ് എന്ന ഒരേ ഒരു മെത്തേഡിൽ എഴുതുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലതരം ട്രാൻസാക്ഷൻസ് നമുക്കുണ്ട്. ക്യാഷായിട്ടും ബാങ്ക് അക്കൗണ്ടായിട്ടും. ക്യാഷ് തന്നെ പല രീതിയിലുണ്ടാവും. ബാങ്ക് അക്കൗണ്ട് പലതരം ബാങ്കുകളിലുണ്ടാവും. അത് ബാങ്ക് അക്കൗണ്ടുകൾ പലതരത്തിലുള്ളതുണ്ടാവും. ഉദാഹരണത്തിന് ലോണായിട്ടുള്ളതുണ്ടാവും, സേവിങ്സ് ആയിട്ടുള്ളതുണ്ടാവും, കറണ്ട് അക്കൗണ്ട് ഉണ്ടാവും, ഓഡി ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള അക്കൗണ്ടുകൾ ഒരേ സമയം നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ ഈ വരവ് ചെലവ് എന്ന ഒരു രീതിയിൽ തന്നെ എല്ലാ കണക്കുകളും എഴുതുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം നമ്മളതിന് ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു കമ്പ്യൂട്ടർ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് പാക്കേജ് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ അറിവില്ലായ്മ നമ്മളെ ബുദ്ധിമുട്ടിൽ കൊണ്ട് ചെന്ന് ചാടിക്കും. അവിടെ നമുക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം എങ്ങനെ ഉപയോഗിക്കാമെന്ന് പരിചയപ്പെടുത്തുകയാണ്. രവി എന്ന് പറയുന്ന ഒരാൾ സ്വന്തമായി ഒരു പച്ചക്കറി കട തുടങ്ങുന്നു. അവിടെ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്നും അത് എങ്ങനെ ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ എങ്ങനെ രേഖപ്പെടുത്താമെന്നുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. രവി തുടങ്ങുന്നത് വളരെ ചെറുതായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വെജിറ്റബിൾ കട തുടങ്ങുന്നു. തുടങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ആകെ 1000 രൂപയാണ്. 1000 രൂപ മുതൽ മുടക്കി ചന്തയിൽ നിന്ന് പച്ചക്കറികൾ വാങ്ങി വീടുകളിൽ കൊണ്ട് വിൽക്കുന്ന ഒരു സാധാരണ കച്ചവടക്കാരൻ. അപ്പോൾ രവിയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഈ 1000 രൂപ കൊണ്ട് രവി ഒന്നാം ദിവസം എങ്ങനെയാണ് കച്ചവടം ചെയ്തതെന്ന് നോക്കാം. പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് 1000 രൂപ മുടക്കുന്നു. ഈ 1000 രൂപയ്ക്ക് വാങ്ങിയ പച്ചക്കറികൾ വീടുകളിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടിയത് 1500 രൂപ. ഇങ്ങനെ 1500 രൂപയ്ക്ക് വിറ്റപ്പോൾ അദ്ദേഹത്തിന് വേറെ ചില ചിലവുകളുണ്ടായി. ഒരു പക്ഷേ ചന്തയിൽ പോകാനുണ്ടായ ബസ് കൂലി, ഭക്ഷണം കഴിച്ചത് എല്ലാം കൂടിയായിട്ട് ഒരു 100 രൂപ. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് കിട്ടിയ ലാഭം 1000 രൂപ മുടക്കി പച്ചക്കറി വാങ്ങി 1500 രൂപയ്ക്ക് വിറ്റു. അതിൽ 100 രൂപ മറ്റ് ചിലവുകളും കഴിച്ച് 400 രൂപ ലാഭം കിട്ടി. വളരെ സിമ്പിളാണ്. അദ്ദേഹത്തിന് മനസ്സിൽ തന്നെ സൂക്ഷിക്കാവുന്ന ഒരു കണക്ക്. രണ്ടാം ദിവസത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം, 1000 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിയാൽ വളരെ പെട്ടെന്ന് അത് വിറ്റ് തീരും. അദ്ദേഹത്തിന് വൈകുന്നേരം വരെയുള്ള ഒരു കച്ചവടം ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി പണം സമ്പാദിച്ച് കുറച്ചുകൂടി കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കളിൽ നിന്ന് 1000 രൂപ വീതം കടം വാങ്ങുന്നു. നാസറിൽ നിന്നും തോമസിൽ നിന്നും 1000 രൂപ വീതം കടം വാങ്ങി 3000 രൂപയ്ക്ക് പച്ചക്കറികൾ വാങ്ങി. 3000 രൂപയ്ക്ക് വാങ്ങിയ പച്ചക്കറികൾ അന്ന് അയാൾ കൂടുതൽ സമയം വിറ്റു. അത് 4200 രൂപയ്ക്ക് വിൽപ്പന നടത്തി. അന്നത്തെ ചിലവുകൾ 200 രൂപയും. അപ്പോഴും അദ്ദേഹത്തിന് ലാഭം 1000 രൂപ ലാഭമായിരുന്നു. ഇതും അദ്ദേഹത്തിന് മനസ്സിലാക്കാനും മനസ്സിൽ സൂക്ഷിക്കാനും ഒരുപാട് വിഷമില്ല. മൂന്നാം ദിവസത്തിൽ വന്നപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം, തലച്ചുമടാൽ കൊണ്ടു നടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്രയും പച്ചക്കറികൾ. അപ്പോൾ അതുകൊണ്ടൊരു ട്രോളി വാടകയ്ക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നു. 200 രൂപ വാടക കൊടുത്ത് ട്രോളി എടുക്കുന്നു. ട്രോളിയിൽ
അദ്ദേഹത്തിന് കയ്യിലുണ്ടായിരുന്ന പൈസയിൽ 4000 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങി. 4000 രൂപയ്ക്ക് വാങ്ങിയ പച്ചക്കറി ട്രോളിയിൽ കൊണ്ടു നടന്ന് വിറ്റ് 5500 രൂപ നേടുന്നു. അന്നത്തെ മറ്റ് ചിലവുകൾ 200 രൂപ. അവിടെ 2 ചിലവുകൾ വന്നു. ഒന്ന് ട്രോളി വാടകയ്ക്ക് എടുത്ത് 200 രൂപയും പിന്നെ മറ്റുള്ള ചിലവുകളും അതും 200 രൂപ. അങ്ങനെ 400 രൂപ ചിലവ് കഴിച്ച് അദ്ദേഹത്തിൻ്റെ ലാഭം 1100 രൂപ. ഇതും അത്ര ബുദ്ധിമുട്ടുണ്ടാക്കാതെ അദ്ദേഹത്തിന് എഴുതാം, മനസ്സിലാക്കാം. ഇങ്ങനെ ട്രോളി 200 രൂപ വാടകയ്ക്ക് വാങ്ങി കച്ചവടം ചെയ്യുന്നതിന് അതിനേക്കാൾ ലാഭമുള്ളൊരു കാര്യം അദ്ദേഹം കണ്ടെത്തിയത് അടുത്തുള്ള ബാങ്കിൽ നിന്ന്, ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഒരു ട്രോളി വാങ്ങാനുള്ള പണം വായ്പയായി വാങ്ങിയാൽ ഈ വാടക കൊടുക്കുന്നതിൽ അല്പം കൂടിയ ഒരു പൈസ ദിവസേന അടച്ചു കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സുഖമായി ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ 10000 രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ട്രോളി വാങ്ങി. ആ ട്രോളി ഉപയോഗിച്ച് 5000 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങി. 5000 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിയത് 7000 രൂപയ്ക്ക് വിൽപ്പന നടത്തി. അന്നത്തെ മറ്റു ചിലവുകൾ 200 രൂപ. ഇതുകൂടാതെ ട്രോളിയുടെ ലോണിലേക്ക് 250 രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് കണക്ക് അല്പം കൂടി കോംപ്ലിക്കേറ്റഡായി. വളരെ എളുപ്പത്തിൽ അന്നത്തെ ലാഭം എത്രയാണെന്ന് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ബിസിനസ് വീണ്ടും വളരുകയാണ്. അദ്ദേഹം 5ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ അദ്ദേഹം 2-3 കാര്യങ്ങൾ കൂടുതലായി ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, ഇങ്ങനെ ദിവസവും ബിസിനസ് ചെയ്യുമ്പോൾ അല്പം പണം സേവ് ചെയ്യാൻ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ തീരുമാനിച്ചു. മറ്റൊന്ന്, അദ്ദേഹം ആദ്യം കടമായി വാങ്ങിയ നാസറിൻ്റെ അടുത്തും അതേപോലെ തോമസിൻ്റെ അടുത്തുനിന്നും കടമായി വാങ്ങിയതിൽ കുറച്ച് പണം തിരിച്ചു കൊടുക്കാനും അദ്ദേഹം ശ്രമിക്കുന്നു. നോക്കൂ, അയാൾ 5000 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങുന്നു. ഇന്ന് 7100 രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയത്. ഇന്നത്തെ മറ്റ് ചിലവുകൾ 200 രൂപ. 250 രൂപ ട്രോളിയുടെ ലോണിലേക്ക് തിരിച്ചടയ്ക്കുന്നു. സേവിങ് ബാങ്ക് അക്കൗണ്ടിലേക്ക് 200 രൂപ അടയ്ക്കുന്നു. ഇതുകൂടാതെ നാസറിൻ്റെ അടുത്തു നിന്ന് വാങ്ങിയ 1000 രൂപയിൽ 500 രൂപ തിരിച്ചു കൊടുക്കുന്നു. പിന്നെ പണം പല സ്ഥലങ്ങളിലേക്ക് അയാൾ ചെലവഴിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന പണം പല സ്ഥലങ്ങളിൽ ചെലവഴിക്കുമ്പോൾ ഇതിൽ ലാഭമാണോ നഷ്ടമാണോ, ബാക്കി എത്ര പണമുണ്ട് എന്നുള്ളതൊക്കെ കണക്ക് കൂട്ടിയെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഈ ബുദ്ധിമുട്ട് ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ വളരെ എളുപ്പം പരിഹരിക്കാവുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് പിക്ടർസോഫ്റ്റ് അക്കൗണ്ടിങ് സൊല്യൂഷനിലൂടെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഇനി നോക്കാം. നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുകയാണ്. ആദ്യമായിട്ട് സോഫ്റ്റ്വെയറിലേക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് സോഫ്റ്റ്വെയറിൽ ഒന്നുമില്ല, കടയുടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തു. രവിയുടെ കമ്പനി, രവി വെജിറ്റബിൾസ് എന്ന് പറയുന്ന ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തു. ഈ കമ്പനിയുടെ കീഴിൽ മൾട്ടിപ്പിൾ ഡിവിഷൻസ് ആവാം, പക്ഷെ നമ്മൾ തൽക്കാലം ഒറ്റ ഡിവിഷൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരു ഡിഫോൾട്ട് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തു. ഒരു കമ്പനിയുടെ കീഴിൽ ഒരു ഡിവിഷൻ. ആ കമ്പനിയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യണം. ഇനി ഈ ഇടപാടുകൾ ഒരു ഫിനാൻഷ്യൽ ഇയറിലാണ് ചെയ്യേണ്ടത്. നമ്മളൊരു ഫിനാൻഷ്യൽ ഇയർ ക്രിയേറ്റ് ചെയ്തു ഈ വർഷം. ആ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ എൻട്രി ചെയ്യുന്നു. ഫിനാൻഷ്യൽ ഇയറിൽ ഫിനാൻസ് മോഡ്യൂളിലേക്ക് നമ്മൾ എൻട്രി ചെയ്തു. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ സോഫ്റ്റ്വെയറിലെ എല്ലാ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസും ചെയ്യാൻ കഴിയുന്ന മെനൂസ് എല്ലാമുള്ള ഒരു ഫോമിലാണ്. ഇവിടെയുള്ള ടെക്നിക്കൽ ടേമുകൾ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ആ രീതിയിലല്ല പോകുന്നത്. നമ്മളുടെ അല്ലെങ്കിൽ രവിയുടെ കടയിലെ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെ ഇതിൻ്റെ അകത്ത് ചേർക്കാമെന്നതാണ്. നമ്മൾ ആദ്യം അതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കും. അതാ
നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പനിയിൽ ഒരു ലയബിലിറ്റി ഇല്ല, ഒരു അസറ്റും ഇല്ല, എല്ലാം സീറോയാണ്, ഒന്നുമില്ല. അപ്പോൾ ലയബിലിറ്റിയും അസറ്റും എന്ന് പറയുന്നത് കമ്പനിയുടെ ബാധ്യതകളും കമ്പനിയുടെ സമ്പത്തുമാണ്. അവിടെ ഇനി നമ്മൾ നോക്കുന്നത് എന്ത് കാര്യം ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എൻറ്റർ ചെയ്യണമെങ്കിലും അതൊരു അക്കൗണ്ട് വഴിയാണ് എൻറ്റർ ചെയ്യുക. അപ്പോൾ ഒരു ചാർട്ട് ഓഫ് അക്കൗണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമുക്കൊരു ചാർട്ട് ഓഫ് അക്കൗണ്ട് ബൈ ഡിഫോൾട്ട് ഒരു ചാർട്ട് ഓഫ് അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ചാർട്ട് ഓഫ് അക്കൗണ്ടുകൾ പല ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പുകൾ നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും കുഴപ്പമില്ല. ഒന്നാമത്തെ ഗ്രൂപ്പ് അസറ്റാണ്, അതായത് കമ്പനിയുടെ സമ്പത്താണ്. കമ്പനിയിൽ എന്തൊക്കെ സ്വത്തുണ്ട്, ഒരു പക്ഷേ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളതിൻ്റെ പണം, എത്ര പണമുണ്ട്, ബാങ്കിൽ എത്ര പണമുണ്ട്, ബിൽഡിംഗ് എത്രയുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ അസറ്റിലെ കീഴിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. പല ഗ്രൂപ്പുകളായിട്ട് കാണാം. ഗ്രൂപ്പുകളുടെ കീഴിലാണ് അക്കൗണ്ടുകൾ വരുന്നത്. ഇത് കമ്പനിയുടെ അസറ്റാണ്. പിന്നെയുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കമ്പനിയുടെ എക്സ്പെൻസാണ്. പല ഹെഡ് വഴിയാണ് കമ്പനിയിലെ ചിലവ് വരിക. ഇപ്പോൾ TA ഒരു ഹെഡാണ്, സ്റ്റേഷനറി ഹെഡാണ്, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ചിലവുകൾ വരുന്ന ആ ചിലവുകൾ ഓരോ അക്കൗണ്ട് വഴി പോകും. അതേപോലെ കമ്പനിയിലേക്കുള്ള വരുമാനം ഇൻകം വഴി. പിന്നെ കമ്പനിയുടെ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ബാധ്യതകളാണ്. കമ്പനിയിലേക്ക് ഇപ്പോൾ ഉടമ പണം മുടക്കുകയാണെങ്കിൽ അത് കമ്പനിയുടെ ബാധ്യതയാണ് ഉടമയോട്. ഇത് കൂടാതെ ട്രേഡ് എക്സ്പെൻസും ട്രേഡ് ഇൻകം, കച്ചവടം നടത്തുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസ്, അതായത് സെയിൽസിലും അതുപോലെ പർച്ചേസിലും ഉണ്ടാകുന്ന മാറ്റം, അത് രേഖപ്പെടുത്താനുണ്ട്. ഇത്രയും ഗ്രൂപ്പുകളാണ് പ്രധാനമായിട്ട് നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ടിലുള്ളത്. ഈ ഗ്രൂപ്പുകൾ കീഴിൽ വരുന്ന അക്കൗണ്ടുകളാണ് നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഇടപാടുകൾ, പണം വാങ്ങാനും പണം കൊടുക്കാനും ഉപയോഗിക്കുന്നത്. ഉദാഹരണം നോക്കൂ, ക്യാഷ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ്. ക്യാഷ്, നമ്മുടെ കമ്പനിയിലുള്ള പണം എത്രയാണ്, ആ ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാം. ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് 0 ആണ്. അത് ഏതിൽ വരുന്നതാണ്? അസറ്റിൻ്റെ കീഴിൽ, കറണ്ട് അസറ്റ്സിൻ്റെ കീഴിൽ വരുന്ന ഒരു അക്കൗണ്ടാണ്. ഈ പുതിയൊരു അക്കൗണ്ട് നമ്മൾക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ ഉള്ളൊരു അക്കൗണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്, രവി കട തുടങ്ങിയപ്പോൾ അയാൾ 1000 രൂപ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഇൻവെസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്താൻ നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. ഒരു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഹെഡിൻ്റെ കീഴിൽ നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കും. ആ അക്കൗണ്ടിലാണ് രവി 1000 രൂപ, അക്കൗണ്ട് വഴിയാണ് 1000 രൂപ കമ്പനിയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് ക്യാപിറ്റലിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാരൻറ്റ് ഗ്രൂപ്പ് ക്യാപിറ്റലായി. ഇനി അതിൻ്റെ ഒരു പേര് കൊടുക്കുക, അക്കൗണ്ടിൻ്റെ പേര് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിനൊരു കോഡും കൂടി കൊടുക്കാറുണ്ട് സാധാരണ സെർച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓപ്പണിംഗ് ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് 0 കൊടുത്ത് നമ്മളതിനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ ഒരു അക്കൗണ്ട് ഹെഡ് വന്നു. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഹെഡ് വന്നു. ഈ ഹെഡ് വഴിയാണ് 1000 രൂപ കമ്പനിയിലേക്ക് രവി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്? കമ്പനിയിലേക്ക് പണം വരുന്നു, ക്യാഷ് വരുന്നത് ക്യാഷ് റെസിപ്റ്റ് വഴിയാണ്. ക്യാഷ് പേയ്മെൻറ്റും ഉണ്ട്, ക്യാഷ് റെസിപ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ 1000 രൂപ കമ്പനി സ്വീകരിക്കുന്നത് ക്യാഷ് റെസിപ്റ്റ് വഴി, ക്യാഷ് റെസിപ്റ്റ് എടുക്കുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് 1000 രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന അക്കൗണ്ട് വഴി സ്വീകരിക്കുകയാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടാണ് മുകളിൽ കാണുന്നത്. നമ്മളൊരു ഡേറ്റ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് താഴെ നമ്മൾ ഏത് അക്കൗണ്ടാണോ അത് സെലക്ട് ചെയ്യണം. ഇവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അക്കൗണ്ട്, എല്ലാ അക്കൗണ്ടുകളും അവിടെ ഉണ്ടാവും. അതിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൽ 1000 രൂപ അടിച്ചു കൊടുക്കും. 1000 രൂപയോടുകൂടി നമ്മൾ ആ വൗച്ചർ സേവ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ വന്നു. നമുക്ക് നോക്കാം നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എന്ത് ചേഞ്ചാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. രവിയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1000 രൂപ ക്യാഷായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. നോക്കൂ, ലയബിലിറ്റീസും അസറ്റ്സും ബാലൻസ് ഷീറ്റിൽ വരുന്നു. ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1000 രൂപ,
അതെവിടേക്ക് വന്നു? ക്യാഷിലേക്ക് വന്നു. ക്യാപിറ്റലും ഈ ലയബിലിറ്റിയും അസറ്റ്സും ഈക്വലാണ്. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ. ലയബിലിറ്റി എപ്പോഴും അസറ്റ്സിന് ഈക്വൽ ആയിരിക്കും. ലയബിലിറ്റി ഈക്വൽ ടു അസറ്റ് എന്നാണ്, അല്ലെങ്കിൽ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയും. അതാണ് ഇവിടുത്തെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിന് നമ്മൾ എല്ലാത്തിനും കൂടി ലയബിലിറ്റി എന്ന് ഒന്നിച്ച് പറയുകയാണ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1000 രൂപ, ക്യാഷ് 1000 രൂപ, രണ്ടും ബാലൻസ്ഡ് ആണ്. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റാണ് നമ്മളിവിടെ കാണുന്നത്. വേണമെങ്കിൽ നമ്മുടെ ക്യാഷ് ബുക്ക് എടുത്ത് നോക്കാം. ക്യാഷ് ബുക്കിൽ വന്നിട്ടുള്ള കാര്യവും അത് തന്നെ. അതാ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി നമ്മുടെ ക്യാഷ് ബുക്കിലേക്ക് 1000 രൂപ വന്നിരിക്കുന്നു. അതായത് ഇപ്പോഴത്തെ നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് 1000 രൂപയാണ്. ഇനി എന്താണ് രവി ചെയ്തിട്ടുള്ള മറ്റു കാര്യം? രവി 1000 രൂപ കിട്ടിയ 1000 രൂപ കൊണ്ട് പർച്ചേസ് ചെയ്തു, വെജിറ്റബിൾസ് പർച്ചേസ് ചെയ്തു. അപ്പോൾ ക്യാഷ് പേയ്മെൻ്റ് ആണ്, പൈസ കൊടുക്കുകയാണ്. 1000 രൂപ പർച്ചേസ് അക്കൗണ്ടിലേക്ക്, ക്യാഷ് പർച്ചേസ് ആണ്, പർച്ചേസ് അക്കൗണ്ടിലേക്ക് 1000 രൂപ ചിലവ്, 1000 രൂപ കൊടുക്കുന്നു. 1000 രൂപ കൊണ്ടാണ് പച്ചക്കറി വാങ്ങുന്നത്. അപ്പോൾ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാഷ് പേയ്മെൻറ്റ് വൗച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ 1000 രൂപ വേണമെങ്കിൽ അവിടെ ഒരു നോട്ട് കൂടി കൊടുക്കാം. ഇതെന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പർച്ചേസ് അക്കൗണ്ടിൽ എന്തിനു വേണ്ടിയിട്ടാണ്? വെജിറ്റബിൾ പർച്ചേസ് എന്ന് പറയുന്നത്. വേറെയും പർച്ചേസ് ഉണ്ടായേക്കാം. സേവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കൂ. ബാലൻസ് ഷീറ്റിലൊരു വലിയ പ്രശ്നം കാണാം. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1000 രൂപ, ക്യാഷ് ബാലൻസ് ഇല്ല, ക്യാഷ് നമ്മൾ ചിലവാക്കി. അപ്പോൾ അതെന്തായി? നെറ്റ് ലോസായി മാറി. 1000 രൂപ നമ്മൾ ചിലവാക്കി കഴിഞ്ഞു, നമുക്ക് വേറൊരു വഴിക്കും തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ അടുത്ത് പച്ചക്കറി ഉണ്ട്, അത് നമ്മൾ സ്റ്റോക്ക് ഇവിടെ മാനേജ് ചെയ്യുന്നില്ല. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാലും ഇത് തന്നെ കാണാം. പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ 1000 രൂപ ചിലവാക്കി, പക്ഷെ വേറെ ഒരു വഴിക്കും നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ അതൊരു നഷ്ടമായിട്ട് കിടക്കുകയാണ്. ഇനി നമ്മൾ പച്ചക്കറി വിൽക്കുന്നു. പച്ചക്കറി വിൽക്കുമ്പോൾ സെയിൽസാണ്. സെയിൽ അക്കൗണ്ട് വഴി നമുക്ക് പൈസ വരുന്നു. സെയിൽ അക്കൗണ്ട് വഴി ഇപ്പോൾ 1000 രൂപയുടെ പച്ചക്കറി നമ്മൾ പറഞ്ഞതുപോലെ 1500 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നു, സെയിൽസ് അക്കൗണ്ട് എടുക്കുന്നു. ക്യാഷ് റെസിപ്റ്റിൽ 1500 രൂപ എൻ്റർ ചെയ്യും. അപ്പോൾ നമ്മളൊരു പുതിയ വൗച്ചർ ക്രിയേറ്റ് ചെയ്തു, ഒരു ക്യാഷ് റിസീപ്റ്റ്. സെയിൽസ് അക്കൗണ്ടിൽ 100 രൂപ, 1500 രൂപ കമ്പനിയിലേക്ക് വന്നു. ഇപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ 2 അക്കൗണ്ടാണ് വന്നിട്ടുള്ളത്, ഒന്ന് പർച്ചേസും ഒന്ന് സെയിൽ. അപ്പോൾ അവിടെ എക്സ്പെൻസും ഇൻകവും മാത്രമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ. പർച്ചേസ് 1000 രൂപ, സെയിൽസ് 1500 രൂപ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റാണ് 500 രൂപ. അപ്പോൾ 500 രൂപ പ്രോഫിറ്റായി മാറിയിരിക്കുന്നു. വരവ് 1500ഉം ചിലവ് 1000ഉമാണ്. ബാലൻസ് ഷീറ്റിലേക്ക് പോയി നോക്കൂ. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത് തന്നെയാണ്, 1000 തന്നെയാണ്. പക്ഷേ നമ്മുടെ ക്യാഷ് അക്കൗണ്ടിൽ 1500 രൂപ വന്നു. 1500 രൂപ നമ്മൾ സെയിൽസ് അക്കൗണ്ട് വഴി നമുക്ക് 1500 രൂപ ക്യാഷിലേക്ക് വന്നു. അപ്പോൾ 500 രൂപ പ്രോഫിറ്റാണ്. അതായത് നമുക്ക് ക്യാപിറ്റൽ 1000 രൂപയിലാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ നമ്മുടെ ക്യാഷ് അക്കൗണ്ട് 1500 ആയി എന്ന് പറഞ്ഞാൽ 500 രൂപ ലാഭമാണ്. അപ്പോൾ അതിൻ്റെ ക്യാഷ് ലെഡ്ജറിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ നമുക്ക് കാണാം. ക്യാഷ് ലെഡ്ജറിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി 1000 രൂപ വന്നു, പർച്ചേസിൽ 1000 രൂപ ചിലവാക്കി, സെയിൽസ് വഴി 1500 രൂപ വന്നു. അപ്പം നെറ്റ് ബാലൻസ് 1500 രൂപ ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. നമ്മളുടെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ, അതായത് രവിയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടി. ഇതോടെ രവിയുടെ 1-ാം ദിവസത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ടില്ല. അന്നത്തെ മറ്റ് ചിലവുകളുണ്ട്. ആ ചിലവ് രേഖപ്പെടുത്താൻ വേണ്ടി പുതിയൊരു അക്കൗണ്ട് വേണം, ഒരു എക്സ്പെൻസ് അക്കൗണ്ട്.
ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ അക്കൗണ്ട്, അത് എക്സ്പെൻസിന് കീഴിൽ, ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കീഴിൽ ഒരു പേര് കൊടുക്കുക, അതർ എക്സ്പെൻസ്. എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഈ പേര് നമുക്ക് മനസ്സിലാവണം എന്തിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ആണ് നമ്മൾ മറ്റ് ചിലവുകൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് ഒരു ക്യാഷ് പേയ്മെൻറ്റ് കൊടുക്കണം, കാരണം അത് ചിലവാണ്. അപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് എടുത്തു. ക്യാഷ് പേയ്മെൻറ്റിൽ അതർ എക്സ്പെൻസ്, ക്യാഷ് അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഹെഡ് വഴി നമ്മൾ ചിലവാക്കുകയാണ്. അപ്പോൾ അവിടെ 200 രൂപ അതർ എക്സ്പെൻസിൽ ആ വൗച്ചർ നമ്മൾ സേവ് ചെയ്തു. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ കണ്ടത് 500 രൂപ പ്രോഫിറ്റാണ്, ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 300. കാരണം 200 രൂപ നമ്മൾ ചിലവഴിച്ചു മറ്റൊരു ഹെഡിൽ. അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഹെഡിൽ 200 രൂപ ചിലവായത് കൂടി ചേർത്ത് നമ്മുടെ മൊത്തം ചിലവ് 1200 നമ്മളുടെ വരവ് സെയിൽ വഴി 1500. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് 300. ഇത് ബാലൻസ് ഷീറ്റിലും റിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് 300. ക്യാഷ് ബാലൻസ് ഇപ്പോൾ 1300 ഉള്ളൂ. നേരത്തെ 1500 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഹെഡിൽ 200 രൂപ നമുക്ക് അഡീഷണലായിട്ട് ചിലവായിരിക്കുന്നു. 1000 രൂപ പർച്ചേസിനും 200 രൂപ അതർ എക്സ്പെൻസ്. അത് നമ്മുടെ ബാലൻസ് ഷീറ്റിലും കൃത്യമായി കാണാം. ഇപ്പോൾ ബാലൻസ് ഷീറ്റും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസും എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കിട്ടുന്ന പ്രോഫിറ്റ്, എക്സ്പെൻസും ഇൻകവും തമ്മിലുള്ള വ്യത്യാസം, അത് നമ്മളുടെ ബാലൻസ് ഷീറ്റിലേക്ക് വരുന്നു. അത് പ്രോഫിറ്റ് ആണെങ്കിൽ അത് ലയബിലിറ്റി സൈഡിൽ വരും, അത് ലോസ് ആണെങ്കിൽ അസറ്റ് സൈഡിലും വരും. അതർ എക്സ്പെൻസ് എൻട്രി യഥാർത്ഥത്തിൽ 100 രൂപയാണ്. നമ്മൾ എൻട്രി ചെയ്തത് 200 രൂപയാണ്. അതുകൊണ്ട് നമ്മൾ എൻട്രി ചെയ്ത വൗച്ചർ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. കാരണം ഇവിടെ ക്യാഷ് പേയ്മെൻറ്റ് അതർ എക്സ്പെൻസ് എൻട്രിയിൽ 200 രൂപയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് എൻട്രി ചെയ്ത വൗച്ചർ കിട്ടും. അതർ എക്സ്പെൻസ് എൻട്രിയിൽ 200 രൂപയ്ക്ക് പകരം 100 രൂപയാണ് ചിലവായത്. 100 രൂപ വെച്ച് അതർ എക്സ്പെൻസ് എൻട്രി കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒരു വ്യത്യാസം വരും. നമ്മൾ നേരത്തെ കണ്ട 300 രൂപ നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് 400 രൂപ നെറ്റ് പ്രോഫിറ്റായി മാറും. കാരണം നമ്മുടെ ചിലവിൽ 100 രൂപ കുറഞ്ഞു. അത് ബാലൻസ് ഷീറ്റിലും അതേപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 400 ക്യാഷ് ബാലൻസ് 1300 പകരം 1400. ഈ രീതിയിൽ നമുക്കൊരു എൻട്രിയിൽ ചെറിയ വ്യത്യാസം വന്നാൽ അത് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല.